ഞാൻ ഡോക്ടർ തസ്ലീന. മീൽ പ്ലാൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ മീൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനമായും പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുക. കൂടാതെ എനർജി ഫംഗ്ഷന് വേണ്ടിയിട്ട് കാർബ്, മില്ലറ്റ്സ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തുക. അതായത് അരി, ഗോതമ്പ്, റാഗി അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ബോഡിക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ബോഡി ബിൽഡിംഗ് പ്രധാനമായും പ്രോട്ടീൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. മീറ്റ്, ഫിഷ്, പാലുൽപ്പന്നങ്ങൾ, മുട്ട എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഈ 3 കാറ്റഗറിയും നിങ്ങൾ പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ട് വേണം ഓരോ സമയത്ത് മീലും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മീൽ പ്ലാനിങ്ങിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളത് പ്രധാനമായും സെറയിൽസും മില്ലറ്റ്സും, അതായത് അരി, ഗോതമ്പ്, പിന്നെ റാഗി അങ്ങനെയുള്ള മില്ലറ്റ്സുകളും ഉൾപ്പെടുത്താം. പിന്നെ പൾസസ്, പരിപ്പ്, പയർ വർഗ്ഗങ്ങളിലുള്ള ഐറ്റംസ്, പിന്നെ പാലുൽപ്പന്നങ്ങൾ, മുട്ട, നട്ട്സും ഓയിൽ സീഡ്സും, അതായത് ഓയിൽ സീഡ്സ് എന്ന് പറയുന്ന കടുക്, ഉലുവ, സോയാബീൻ അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ സ്പൈസസ്, അതായത് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്പൈസസും കാര്യങ്ങളും. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, കൂടാതെ സീസൺ അനുസരിച്ച് അവൈലബിൾ ആവുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഷുഗർ, ജാഗിരി എന്നിവ ഉൾപ്പെടുത്തണം. റൂട്ട് വെജിറ്റബിൾസ്, അതായത് കിഴങ്ങ് ടൈപ്പ് ഐറ്റംസ് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഐറ്റംസ്. ഞാൻ മുന്നേ പറഞ്ഞ 3 കാറ്റഗറി, കാർബിന് എനർജി ഗിവിങ് കാറ്റഗറി, പ്രോട്ടീൻ, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിറ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ഈ 3 കാറ്റഗറിയും ഓരോ ടൈമിലെ മീലിലും നിങ്ങളതിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഓരോ സമയവും മീൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി.